ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വിചാരിച്ച് നമ്മളെ കൃഷിസ്ഥലം, ഉപ്പാൻ്റെ വാഴ കൃഷി, പിന്നെ നമ്മളെ മൊത്തം സ്ഥലമെല്ലാം കാണിച്ചൊരു ബ്ലോഗ് ചെയ്യാമെന്ന്. അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ബ്ലോഗ് ചെയ്യുന്നത്. ഇത് നമ്മളെ പച്ചമുളക് ഫസ്റ്റായിട്ട് കാണിക്കുന്നത്. പച്ചമുളക് കുറേ ഉണ്ടായിട്ടുണ്ട്. പച്ചമുളക് നിറച്ചും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറേ ഇതിൽ നിന്ന് പറിച്ച് നല്ല പകുത്തതായിട്ടും കുറേ അങ്ങനെ പറിച്ച് ഇങ്ങനെ ഒരു പച്ചമുളക് ഒരു തൈയിൽ തന്നെ കുറേ ഉണ്ടായതാ. കുറേ കുഴിച്ചിട്ടിട്ടൊന്നും ബാക്കിയായില്ല. അങ്ങനെ ഒരു തൈ ബാക്കിയായി. അങ്ങനെ അതിൽ നിന്ന് കുറേ പച്ചമുളക് ഒപ്പം പറിക്കാൻ കിട്ടും. പിന്നെ ഉപ്പാൻ്റെ കിഴങ്ങിൻ്റെ കൃഷി, കിഴങ്ങ് കുറേ കിഴങ്ങ്, ഫുൾ പറമ്പത്ത് മൊത്തം കിഴങ്ങ്, പല മോഡലുള്ള കിഴങ്ങ്, വേഗം കായ്ക്കുന്നത്, പിന്നെ കുറച്ച് നീളം വെക്കുന്ന കിഴങ്ങ്, അങ്ങനെ പല മോഡലുള്ളായിട്ടുള്ള കിഴങ്ങ്. പിന്നെ നമ്മൾ പറമ്പത്ത് തക്കാളി തൈ വെച്ചിരുന്നു. 2-3 തക്കാളി തൈ, അത് കുറേ ഫുൾ ബാക്കിയായിരുന്നു. കുറേ തക്കാളി തൈ, പിന്നെ തക്കാളി തൈ 3 തക്കാളി തൈ, അങ്ങനെ അതിൻ്റെ പണിയെടുക്കുന്ന വാഴ. തക്കാളി ചട്ടിയിൽ തക്കാളിൻ്റെ വിത്തിട്ടിട്ട് അത് പൊടിച്ചിട്ടാകുമ്പോൾ കുറേ പൊടിച്ച് അത് മാറ്റി കുഴിച്ചിട്ട് എന്നിട്ട് അങ്ങനെ വലുതായത്. പിന്നെ കിഴങ്ങ് തന്നെ, ഫുള്ള് പറമ്പ് മൊത്തം കിഴങ്ങാണ്. കിഴങ്ങ് അപ്പം രാവിലെ തന്നെ വെള്ളം എടുക്കും, പണിയെടുക്കും. ഇതിന് വെള്ളം കോരിയിട്ട് ഇതിൻ്റെ പണി തന്നെയായിരിക്കും. രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇതിൻ്റെ പണിയായിരിക്കും. ഇൻഷാ അല്ലാഹ് ഫുൾ കിഴങ്ങാണ്. എല്ലാം ചെറിയ ചെറിയ കിഴങ്ങാണ്. ഇപ്പോൾ ഒരു 6 മാസമായിട്ടേ ഉള്ളൂ കിഴങ്ങ് വെച്ചിട്ട്. നമ്മളിവിടെ കിഴങ്ങ്, വള്ളി, പിന്നെ ചേമ്പ്, ചേന, കപ്പ അങ്ങനത്തെയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചെറിയ പിന്നെ പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല. എത്ര വെച്ചാലും അത് പുഴു കൊണ്ടുപോയി കളയും. ഒന്ന് ശരിക്കും ഉണ്ടാവില്ല. പിന്നെ വാഴ ഫുള്ള്, വാഴക്ക് നല്ലതാണ്, നല്ല മണ്ണാണ്. വാഴ നല്ലോണം ഫുള്ള് വെച്ചൊന്ന് കേടാവാണ്ട് നല്ല രീതിയിലായിട്ട് വളരുന്നുണ്ട് വാഴ. പിന്നെ ഫുൾ പറമ്പ് മൊത്തം വാഴയാണ്. വാഴ അങ്ങനെ ചെറിയ വാഴ, വലിയ, പിന്നെ ഒരു പ്ലാവ് ഇപ്പോൾ കായ്ച്ചത് പ്ലാവ്, തായ ചക്ക, ചെറിയ ചക്ക ഇപ്പോൾ ഇക്കൊല്ലം മുതൽ ഉണ്ടാകാൻ തുടങ്ങിയതാണ്. ഇത് കാണുന്നത് നമ്മൾ പറമ്പ് മൊത്തം വലിയ പറമ്പാണ്, ഫുൾ പറമ്പാണ്. പറമ്പത്ത് ആദ്യമൊക്കെ പന്നിൻ്റെ ശല്യം ഭയങ്കരമായിരുന്നു. രാത്രി പുറത്തിറങ്ങാൻ പറ്റാണ്ട് പന്നി ഇറങ്ങി വരുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം പുല്ലെല്ലാം വഴക്കിയതിന് ശേഷം പന്നിയൊന്നും വരുന്നില്ല. പിന്നെ ഈ പറമ്പത്ത് മൊത്തം പ്ലാവ് അങ്ങനെ. പിന്നെ എൻ്റെ കുറച്ച് ചെടി, ഇങ്ങനെ ചെറിയ 2-3 ചെടിയേ ഉള്ളൂ. കുറേ ചെടി ഉണ്ടായിരുന്നു, അതെല്ലാം അതെല്ലാം കളഞ്ഞു പോയി. അങ്ങനെ കുറേ വടക്കായിപ്പോയി കുറേ. പിന്നെ 2-3 ചെടി, മണി പ്ലാന്റാണ് ഫുള്ള്. 2 മണി പ്ലാന്റേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാം വെക്കണം. ഇപ്പം മഴ പെയ്യുന്നു, ഇപ്പോൾ വെയിലല്ലേ, എല്ലാം വേഗം ഉണങ്ങിപ്പോകുന്നുണ്ട്. മഴ ആയിട്ടാകുമ്പോൾ എല്ലാം വെക്കണം ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെയാണ് തക്കാളി തൈ ഫസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ അതിൽ നിന്ന് മാറ്റി കുഴിച്ചിട്ട് തക്കാളി തൈ നല്ല ഉഷാറുണ്ട്, നല്ലോണം വെള്ളം വെച്ച് വലുതായിന്. പിന്നെ പച്ചമുളകിൻ്റെ തൈ, അതൊന്ന് പൂ കൊണ്ടുപോയി കളഞ്ഞ് ഫുള്ള്. പച്ചമുളക് അങ്ങനെ ബാക്കിയാകില്ല. അങ്ങനെ ഒരു തൈയാറ്റം കിട്ടും നമുക്ക്. പിന്നെ കപ്പ മാഷാ അല്ലാഹ് കുറേ കപ്പ നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കിട്ടും. നല്ല കപ്പയായിരിക്കും, കഴിപ്പൊന്നുമില്ലാത്ത നല്ല കപ്പയാണ്. ഫുള്ള് കപ്പ, നമ്മുടെ ബേക്ക് സൈഡിൽ ഫുള്ള് കപ്പയാണ്. പിന്നെ ഉപ്പാൻ്റെ പണിയാണ്. രാവിലെ തന്നെ ഉപ്പ ഈ തക്കാളി തേക്കും, പിന്നെ വള്ളിക്കും കിഴങ്ങിനെല്ലാം വെള്ളം നനച്ച് കൊടുക്കുക, അതിന് ചപ്പിട്ട് കൊടുക്കുക, അതിൻ്റെ പുല്ലെല്ലാം പൊരിച്ച് മാറ്റി കൊടുക്കുക. ഉപ്പാൻ്റെ തന്നെ പണി ഫുള്ള്. പിന്നെ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ട് തടായി കൊടുക്കുക. തക്കാളി തൈയെല്ലാം ബാക്കിയായിന്.
ഇനി വണ്ണം വെക്കുമെന്ന് അറിയില്ല. തക്കാളി തൈ, കൈതച്ചക്കൻ്റെ അങ്ങനെ കുറച്ച് തൈകളുണ്ട്. പിന്നെ മുരിങ്ങൻ്റെ തൈ അങ്ങനെ. നമ്മൾ പൂച്ചൻ്റെ 2 കുട്ടികളടി പോയി കഴിഞ്ഞ് ഭയങ്കര സങ്കടമായി പൂച്ചക്ക്. തക്കാളി തൈ കുറച്ച് ഉഷാറായി. നല്ല നമ്മൾ പറമ്പായത് മൊത്തം കാണുന്ന പറമ്പ്. ഇതൊക്കെ വീട്ടിൻ്റെ ചുറ്റുമുള്ള പറമ്പാണ്. അങ്ങനെ ഫുള്ള് പറമ്പാണ്. ഫുള്ള് തെങ്ങും പിന്നെ കശുവണ്ടി അങ്ങനെ ഫുള്ള് പറമ്പ്. നല്ല നടക്കാൻ വൈകുന്നേരം പിന്നെ രാവിലെ നടക്കാൻ നല്ല രസമാണ്. നല്ല കിളികളുടെ ശബ്ദം കേട്ടിട്ട് നല്ല ഉണർവുണ്ടാകും ഇതിലെ നടക്കാൻ. ഫുൾ പറമ്പാണ്. ആദ്യം നടക്കാൻ കഴിയില്ല. ആദ്യം ഫുൾ പന്നിൻ്റെ ശല്യം. പന്നിനെ പേടിയായിരുന്നു. പന്നി, നായി അങ്ങനെ പേടിയായിരുന്നു. ഇപ്പോൾ പുല്ലെല്ലാം വഴക്കി പറമ്പെല്ലാം ഒക്കെ ആക്കി. പിന്നെ കണ്ടത്തിൽ ഫുള്ള് വാഴ കൃഷി. കണ്ടത്തിൽ മൊത്തം ആദ്യമൊക്കെ ഇതിൽ ഫുള്ള് നെല്ലായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ നെല്ലിന് വിത്തിടാൻ പോയിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറ്റി. ഇപ്പോൾ എവിടെയും നെല്ലൊന്നും കാണാനില്ല. ഫുള്ള് വാഴ അങ്ങനെ മൊത്തം വാഴ കൃഷിയാണ്. പിന്നെ നമുക്കൊരു കുളം ഉണ്ടായിരുന്നു. നല്ല നമ്മൾ അലക്കുന്നത് കുളം. പിന്നെ കൃഷികൾക്ക് വെള്ളം ഒഴിക്കുന്ന നല്ല കുളമായിരുന്നു. അതിപ്പോൾ നോക്കാണ്ട് എല്ലാം മണ്ണ് മൂടി അത് പോയി. ഇപ്പോൾ അതിൽ വെള്ളമൊന്നും നിൽക്കുന്നില്ല. എല്ലാം മൊത്തം പോയി. ഉപ്പ അതിന് തന്നെ പണിയെടുക്കുന്നത്. അതിന് പിന്നെ വെണ്ണീരിട്ട് കൊടുത്ത് ഉപ്പാക്ക് തന്നെ പണി. രാവിലെ 11 മണി വരെ തന്നെയായിരിക്കും പണി. ഇപ്പം നോമ്പായതുകൊണ്ട്, അല്ലെങ്കിൽ നോമ്പിൻ്റെ മുന്നേ ആണെങ്കിൽ ചായ കുടിക്കാനൊക്കെ വരും. നോമ്പായതുകൊണ്ട് ഫുൾ 11 മണി വരെ പണിയായിട്ട് പിന്നെ പള്ളിയിൽ പോക്കുക. കുളിച്ച് പള്ളിയിൽ പോകും. പച്ചമുളക് കുറേ ഉണ്ടായിട്ടുണ്ട്. അത് പറിക്കുന്ന നമ്മളെ ആവശ്യത്തിനൊക്കെ പച്ചമുളക് ഇതിൽ തന്നെ പറിക്കുക. കാണുമ്പോൾ ചെറിയ തൈയാണ്, പക്ഷെ എങ്കിൽ എപ്പോൾ നിറച്ചും പച്ചമുളകാണ്. പിന്നെ മാങ്ങ ഇത് നമ്മളെ വീട്ടിലപ്പുറത്തുള്ള നമ്മളെ വീട്ടിലാണ്, നമ്മളെ പറമ്പത്താണ് ഈ മാങ്ങ ഉള്ളത്. അപ്പുറത്തെ വീട്ടിലെ മാങ്ങയാണ്. നല്ല വലിയ മാങ്ങയാണ്. പിന്നെ അതിന് ചപ്പിട്ട് കൊടുത്ത് തക്കാളി തൈക്ക് മുരിങ്ങയ്ക്ക് അങ്ങനെ ചപ്പെല്ലാം ഇട്ട് കൊടുത്ത് വെണ്ണീരിട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് അങ്ങനെ അതിനെ തന്നെ നോക്കി നടക്കും. പിന്നെ നമ്മൾ വാഴക്കൊല കുലച്ച് നല്ല മാഷാ അല്ലാ വലിയ കൊലയായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. ഷെയർ ചെയ്യുക.